സ്വീഡനിലേക്ക് എന്തൊക്കെ ഞാൻ കൊണ്ടുവന്നു കാണാം. ഒരു പെട്ടെന്നുള്ളത് കാണിക്കലായിരിക്കും. ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഡെക്സാനം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് 2 ക്യാബിൻ ബാഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ആദ്യത്തെ ക്യാബിൻ ബാഗിനകത്ത് നമുക്ക് 6 കിലോയെ എടുക്കത്തുള്ളായിരുന്നു. സോ ഫസ്റ്റ് ക്യാബിൻ ബാഗിനകത്ത് നമ്മൾ ഡെയിലി നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സസ് മാത്രമേ ഇല്ലായിരുന്നു. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നത്. പക്ഷേ 2-3 ബുക്സും വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് ക്യാബിൻ ബാഗ്. സെക്കൻഡ് ക്യാബിൻ ബാഗിനും ഇതുപോലെ കുറച്ച്, ഇത് അപ്പത്തെ ക്യാബിൻ ബാഗിലിരുന്ന നമ്മൾ നേരത്തെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാം, നമുക്ക് കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം. സോ ബാലൻസ് നമ്മൾ കുറേ ചെരുപ്പുകളും പിന്നെ ഈ ഒരു ഏരിയയിൽ ഞാൻ ഒരു സ്പൈസ് ബോക്സ് എടുത്തിട്ടുണ്ട്. സ്പൈസ് ബോക്സിൻ്റെ അകത്ത് ഇങ്ങനെ സോക്സസ് ഒക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ ബാഗാണുള്ളത്, നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഈ ബാഗിൻ്റെ അകത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ബാഗ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തും ഞാൻ വേറെ ബാഗ് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ ബാഗ്സ് മാത്രമായിട്ടാണ് ഈ ഒരു പെട്ടി വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ക്യാബിൻ ബാഗിൽ നമ്മൾ എടുത്തിരുന്നത്. അപ്പം ഇനി ബാക്കിയുള്ള ബാഗ്സ് നോക്കാം. അപ്പോൾ അടുത്തത് ലഗേജ് ബാഗ്സിനകത്ത് എന്തൊക്കെയായിരുന്നു എന്നാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നത് ഇതുപോലത്തെ ഇങ്ങനെ ദോശയൊക്കെ ചുടാൻ പറ്റുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ കുക്കറിനകത്തൊക്കെ ഞാൻ ഓരോ സാധനങ്ങളും ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏലക്ക, ഉലുവ, നമ്മുടെ ബിരിയാണി സ്പൈസസ് ഒക്കെ, പിന്നെ ജീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ കടുക്, ഇതുപോലത്തെ സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ഫില്ല് ചെയ്തു. ഒരു അരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്മീർ എടുത്തിട്ടുണ്ട്. ആൻഡ് മെയിൻലി നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അഡാപ്റ്റേഴ്സ് ആണ്. പിന്നെ എടുത്തിട്ടുള്ളത് കുട എടുത്തിട്ടുണ്ട്. ഇവിടെ എപ്പോഴും മഴ ഉണ്ടാകാറുണ്ടെന്നാണ് കേട്ടത്. സോ ഞാനൊരു കുട എടുത്തിട്ടുണ്ട്. പിന്നെ ചുക്ക് കാപ്പിപ്പൊടി, പിന്നെ എൻ്റെ കുറേ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരു കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് റാപ്പ് ചെയ്ത് നമ്മൾ തുണി എടുക്കാൻ പറ്റുന്നത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ റേസേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു വെർമിസിലി, പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് കോളേജിലേക്ക് വേണ്ടത്. ഇതൊക്കെയാണ് ആ ഒരു ബാഗിനകത്തുള്ളത്. അപ്പോൾ അടുത്ത പെട്ടിക്കകത്ത് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ബൈബിളും പിന്നെ ഒരു തിരുക്കുടുംബത്തിൻ്റെ രൂപമാണ്. ഓർഡറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഡ്രസ്സിനകത്ത് തെർമൽസ് നമ്മൾ ജോക്കിയുടേതാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മുടെ കാലിലൊക്കെ കൈക്കൊക്കെ വരും കെട്ടാനുള്ള ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. പിന്നെ മിക്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സി വേറെ പെട്ടിക്കകത്താണ് കേട്ടോ. പിന്നെ ഇതാ ഇതുപോലത്തെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ ബാത്ത് ടവൽസ് വാങ്ങിയിട്ടുണ്ട്. ബാത്ത് ടവൽ ഇതിനകത്ത് ഞാൻ പൊതിഞ്ഞ് സൂക്ഷിച്ച്. ഇത് മിക്സിയുടെ ജാറും ഇത് മറ്റേ തവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ തവയാണ് ഈ ഇരിക്കുന്ന തവ. കുറേ സാധനങ്ങളുണ്ട് തവയ്ക്കകത്ത്. അതിനകത്ത് ട്രിമ്മറുണ്ട്. പിന്നെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഒന്നുമില്ല. പിന്നെ ഇതുപോലത്തെ പേപ്പർ ക്ലിപ്സ് അതെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്ട്രെയിറ്റ്നറും ഹീറ്ററും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കത്തികൾ നമ്മൾ 2-3 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ജീരകശാലയുടെ 1 kg റൈസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പീലേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഗ്ലാസ്, ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇതുപോലത്തെ ഗ്ലാസ് 2 എടുത്തിട്ടുണ്ട്. പിന്നെ ക്യൂബിക് സ്റ്റോൺ. അപ്പോൾ നമ്മൾ അടുത്ത പെട്ടി പൊട്ടിക്കാം. അതിൻ്റെ അകത്ത് മെയിനായിട്ടും ഉള്ളത് ഫോർ ഗേൾസ് ഞാൻ മെൻസ്ട്രുവൽ കപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റെറിലൈസർ ഉണ്ട്, മൈക്രോവേവ് ചെയ്യാൻ പറ്റുന്നത്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഞാൻ ഒറ്റ തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ കംഫർട്ട്നെസ് എനിക്ക് അത്ര സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പാഡുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് എനിക്ക് കംഫർട്ട് അല്ലെങ്കിലോ എന്ന് കരുതിയിട്ട് മാത്രം ഞാനത് എടുത്തിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് നമ്മൾ 2 എടുത്തിട്ടുള്ളൂ. പിന്നെ 2 വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന 2 പുതപ്പുകൾ എടുത്തിട്ടുണ്ട്.
പിന്നെ ഇത് നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ ഇതുണ്ട്, നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ടല്ലോ, അപ്പം നമുക്കത് യൂസ് ചെയ്യാം. അടുത്തത് ഇത് സ്റ്റീമറാണ്. ഇവിടെ തണുപ്പാണല്ലോ, അപ്പം നമുക്ക് ഉപകാരപ്പെടുമെന്ന് കരുതി എടുത്താണ്. പിന്നെ അത്യാവശ്യം ചായ വെക്കാനും വെള്ളം തിളപ്പിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം, ഒരു സോസ് പാൻ ഇങ്ങനത്തെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് തൊട്ട് കുറച്ച് തുണിയൊക്കെ വെച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തേക്കുവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ. ഇതാണ് 5 ലിറ്ററിൻ്റെ കുക്കർ വാങ്ങിച്ചത്. പിന്നെ ഉള്ളത് ഇതാ ഈ ചെറിയ ഒരു ചട്ടി. പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു സോസ് പാൻ, ഇത് ഫ്രൈങ് പാൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതാ ഇതുപോലത്തെ നമ്മളുടെ കുറച്ച് തവികൾ, അരി എടുക്കുന്ന ചോറൊക്കെ എടുക്കാനുള്ളത്. പിന്നെ ബ്രഷസ്. മെയിനായിട്ട് ഞങ്ങൾക്ക് ഈ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ സ്വന്തം മിക്സിയർ. ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, കാരണം ഞങ്ങളുടെ ലഗേജിൽ നല്ലോണം ഡാമേജ് ഉണ്ടായിരുന്നു. അടുത്ത ബാഗുള്ളത് നമ്മുടെ സ്പൈസ് ബാഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ എന്തൊക്കെ സ്പൈസസ്, ഓയില് എന്തൊക്കെ കൊണ്ടുവരാന്നുള്ളതിന് അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു ബാഗിന് 23 kg ആയിരുന്നു. അപ്പം ഒരു 23 kgയുടെ ആ ഒരു ഫുൾ ബാഗിൽ നമ്മൾ സ്പൈസസും സ്നാക്സും ഓയില് അങ്ങനെ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തിരുന്നത്. പക്ഷെ അതിനകത്ത് നല്ലോണം ലീക്ക് പറ്റി നമ്മുടെ അച്ചാറൊക്കെ പൊട്ടി. സോ അത് ഞാൻ വന്നപ്പോഴേ അൺപാക്ക് ചെയ്തു. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ അതെടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. ഇത് ഞാൻ പണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാതെ വെച്ചിരുന്നതാണ്. ഇതിന് നമുക്കൊരു സ്റ്റിക്ക് ഉണ്ട്, ആ സ്റ്റിക്ക് വെച്ച് നമുക്കത് ഇത് ഇങ്ങനെ കുത്തിയിട്ടാം. ബാക്കി കുറച്ച് തുണികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ പെട്ടി തീർന്നു. ഇനി ലാസ്റ്റത്തെ പെട്ടി എന്ന് പറയുന്നത് സ്പൈസ് ബോക്സിന്റെ പെട്ടിയാണ്. അത് പറഞ്ഞല്ലോ പൊട്ടിച്ചു എന്ന്. അപ്പം അതിന് ഞാൻ എന്തൊക്കെ സ്പൈസസ് കൊണ്ടുവന്നു എന്നുള്ളത് കാണിച്ചു തരാം. ഹലോ, വീഡിയോയുടെ ലെങ്ത് നല്ലോണം കൂടിപ്പോയി, അതുകൊണ്ട് ഇത് പാർട്ട് 1. അടുത്തത് പാർട്ട് 2 ആയിട്ട് ഞാൻ ഉടനെ വരാം കേട്ടോ. Until then, it's bye from Reno.